വിശുദ്ധമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. ശക്തമായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, നന്നായിട്ട് കരങ്ങളടിച്ച്, നന്നായിട്ട് ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. ഈ രാത്രിയിൽ ദൈവം ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതിൻ്റെ ശക്തമായ ഒരു ഉദാഹരണം ജോൺ പോളിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് കേൾക്കാൻ ഇടയാക്കി. ആ ജീവിതത്തെ ദൈവം അനുഗ്രഹമുള്ളൊരു ജീവിതമാക്കി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. നന്നായിട്ടൊന്നുകൂടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം തിരുവചനം. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1:21. ബൈബിളുള്ളവർ തുറന്ന് വായിക്കാം. മത്തായി 1:21 കർത്താവിൻ്റെ വചനം പറയുന്നു, അവൾ ഒരു പുത്രനെ പ്രസവിക്കും. വായിക്കാം. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1 തിമോത്തി 1-ാം അധ്യായം 1 തിമോത്തി 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. 1 തിമോത്തി 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. ബൈബിളുള്ളവർ വായിക്കാം. 1 തിമോത്തി 1:15 ഉച്ചത്തിൽ വായിക്കാം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. എന്നോട് വായിക്കാം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. ഒന്നുകൂടെ വായിക്കാം. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1 യോഹന്നാൻ 2-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം വായിക്കാം. 1 യോഹന്നാൻ 2-ാം അധ്യായം 1 മുതൽ വായിച്ചേ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്കെഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാനിടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. ഉറക്കെ പറയാവോ? അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. പറഞ്ഞേ, പറയണം. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. ഉച്ചത്തിലൊരിക്കൽ കൂടി പറയാം. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം 7 മുതൽ. 1 യോഹന്നാൻ 1-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു.
പറയാവോ? അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമുക്ക് വായിക്കാം, 8 മുതൽ ഒന്നുകൂടെ വായിക്കാം. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുമെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കും. റോമാലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. റോമാലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. റോമർ 5:6 വായിച്ചേ. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അതൊന്ന് പറഞ്ഞേ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്നോടെ പറഞ്ഞേ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇനി 10-ാമത്തെ വാക്യം, നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ്. അപ്പോൾ റോമർ 5:6 പറയുകയാണ് നാം ആരായിരിക്കെ? അല്ല, റോമർ 5:6 പറയുകയാണ് നാം ആരായിരിക്കെ? ബലഹീനരായിരിക്കെ. റോമർ 5:8 പറയുകയാണ് നാം പാപികളായിരിക്കെ. റോമർ 5:10 പറയുകയാണ് നാം ശത്രുക്കളായിരിക്കെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 2 കൊരിന്തോസ് 5-ാം അധ്യായം 21-ാം തിരുവചനം. 2 കൊരിന്തോസ് 5-ാം അധ്യായം 21-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നാം എല്ലാവരും അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പറഞ്ഞേ, പാപമറിയാത്തവനെ ദൈവം എനിക്ക് വേണ്ടി പാപിയാക്കി. പാപമറിയാത്തവനെ ദൈവം എനിക്ക് വേണ്ടി പാപിയാക്കി. ഇനി വായിക്കുക മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 12-13 തിരുവചനം. മത്തായി 9:12-13 വായിക്കാം. ഇത് കേട്ട് അവൻ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. യേശു വന്നത് പാപികളെ വിളിക്കാനാണ്, നീതിമാന്മാരെ വിളിക്കാനല്ല. യേശു വന്നത് പാപികളെ വിളിക്കാനാണ്. ഇനി വായിക്കുക ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായം. ലൂക്ക 15:7. ലൂക്ക 15:7. ലൂക്ക 15:7 വായിക്കാം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ?
വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ തന്നെ വായിക്കാം 15-ാം അധ്യായം 7-ാം തിരുവചനം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 15-ാം അധ്യായം 10-ാം വാക്യം, ലൂക്കാ 15:10 വായിക്കാം. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്നുകൂടെ വായിക്കാം, 15:10. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശു വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് പകരം പാപപരിഹാര ബലിയായി മരിക്കാനാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം ലോകത്തോട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ, പാപങ്ങളെ കർത്താവിന് സമർപ്പിക്കാൻ തയ്യാറായാൽ യേശു അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. യേശു അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. യേശു നമ്മെ നവീകരിക്കാൻ തയ്യാറാണ്. വായിക്കാം 2 കൊരിന്തോസ് 5-ാം അധ്യായം, 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 5:17 വായിക്കാം. 17, 2 കൊരിന്തോസ് 5:17. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ, ഉറക്കെ പറയൂ, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ. ഒന്നുകൂടെ പറയാവോ? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. ഒന്നുകൂടെ വായിച്ച് ഈ 2 കൊരിന്തോസ് 5:14-15 വായിച്ച്. 2 കൊരിന്തോസ് 5:14-15 ഉറക്കെ വായിക്കാം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് നാം ഒരു പുതിയ സൃഷ്ടിയായി യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. ഒരു പുതിയ സൃഷ്ടിയായി മാറി യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ശക്തമായിട്ട് കരങ്ങളടിച്ച് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തൊരു വചനം എടുക്കേണ്ടത് യെശയ്യാ പ്രവചനം 43:15 മുതൽ. യെശയ്യാ 43:15 മുതൽ. യെശയ്യാ 43:15 മുതൽ വായിക്കാം. ഇസ്രായേലിൻ്റെ സ്രഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ. സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും രഥം, കുതിര, സൈന്യം, പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേൽക്കാനാവാതെ ഇതാ അവർ കിടക്കുന്നു. അവർ പടുതിരി പോലെ അണഞ്ഞു പോകും. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കഥ പറയാണ്, ഞാനിതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വചനം പറയുന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ
സൃഷ്ടിയാണ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 17:30. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. അറിവില്ലാത്ത കാലത്തെ ദൈവം കണക്കിലെടുക്കുന്നില്ല. വായിക്കാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ഞാൻ പരിഗണിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്താണ്? വായിക്കൂ. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാ ജനതകളും എന്ത് ചെയ്യണം? പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. വിശുദ്ധ ആഗസ്തീനോസിനെ മാനസാന്തരപ്പെടുത്തിയ വചനമാണിത്. മോനിക്ക പുണ്യമതി വായിച്ച് മടക്കാതെ തുറന്നു വച്ചിരുന്ന ബൈബിൾ എടുത്തു വായിക്കൂ എന്ന പ്രേരണ കിട്ടുമ്പോൾ 36 വയസ്സ് വരെ ആസക്തിയുടെ വന്യമായ കഴുകൻ നഖങ്ങൾ കൊണ്ടു നടന്ന, തിന്മയിലൂടെ ജീവിച്ച, ചെയ്യാവുന്ന പാപമെല്ലാം ചെയ്ത, അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്ന വിശുദ്ധ ആഗസ്തീനോസ് എന്ന പഴയ അഗസ്റ്റിൻ പാപത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് എത്രത്തോളം വീണ് താണു പോകാമോ അത്രത്തോളം പാപത്തിൽ വീണുപോയ ആ ആഗസ്തീനോസിന് വേണ്ടി മാനസാന്തരപ്പെടാൻ വേണ്ടി അമ്മ 19 കൊല്ലം പ്രാർത്ഥിച്ച്, അമ്മ വായിച്ച് മടക്കാതെ തുറന്നു വെച്ച ബൈബിള് വീട്ടിലിരിക്കുമ്പോൾ ഒരിക്കലൊരു സ്വരം കേൾക്കുകയാണ്. എടുത്തു വായിക്കാൻ എന്താണ് ഈ വീട്ടിലുള്ളത് എന്ന് അന്വേഷിച്ച് കണ്ണുകൾ തിരയുമ്പോൾ അമ്മ മടക്കി വെക്കാതെ വെച്ചിരുന്ന ബൈബിൾ, തുറന്നിരിക്കുന്ന ബൈബിൾ കണ്ടു. അവിടേക്ക് ചെന്ന ബൈബിൾ എടുത്തു. കണ്ണിൽ പതിഞ്ഞത് ഈ വചനങ്ങളായിരുന്നു. അഗസ്റ്റിനെ വിശുദ്ധ ആഗസ്തീനോസാക്കിയത്, സെയിൻറ്റ് അഗസ്റ്റിനാക്കിയത് നാം ഈ വായിക്കാൻ പോകുന്ന വാക്യങ്ങളാണ്. വായിക്കാം. റോമാലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം എടുക്കുക. വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം, 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. വെളിപാട് 2-ാം അധ്യായം 4 മുതൽ വായിക്കാം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്കാദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പാപങ്ങൾ ഏറ്റെടുക്കാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന രക്ഷകനായ യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ചെന്നാൽ, പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ സകല പാപങ്ങളും ഏറ്റെടുത്ത് ക്ഷമിക്കാൻ യേശു തയ്യാറാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ പാപങ്ങൾ കൊടുക്കുക. യേശുവിൻ്റെ കയ്യിലേക്ക് പാപങ്ങൾ കൊടുക്കുക. എന്തു ചെയ്യുന്നു? നമ്മുടെ പാപങ്ങൾ നാം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ നീതി അവൻ നമ്മിലേക്ക് നിവേശിപ്പിച്ച് തരും. അവൻ്റെ വിശുദ്ധി, നമ്മുടെ പാപം നമ്മൾ അവന് കൊടുക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി അവൻ നമുക്ക് തരുന്ന
ആ കൈമാറ്റ പ്രക്രിയയുടെ പേരാണ് നീതീകരണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മുടെ പാപങ്ങൾ അവന് കൊടുക്കുമ്പോൾ അവൻ്റെ വിശുദ്ധി നമുക്ക് കൈമാറുന്ന ആ ഡിവൈൻ എക്സ്ചേഞ്ച്, ആ ഡിവൈൻ എക്സ്ചേഞ്ചിൻ്റെ പേരാണ് നീതീകരണം. ദൈവം നമ്മളെ നീതീകരിക്കുന്നത്, വിശുദ്ധീകരിക്കുന്നത്. പറഞ്ഞോ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് പ്രിയമക്കളെ, അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. അപ്പോൾ അതിലേക്ക് വരാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ ഒരു കഥാപാത്രത്തെ കണ്ടുമുട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? മാർക്കോസ് 5-ൽ നമ്മൾ കണ്ടുമുട്ടിയ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? പിശാച് ബാധിതൻ. ഇപ്പം അത്രയുള്ള പേര്, തൽക്കാലം അത്രയുള്ള പേര്, പിശാച് ബാധിതൻ. അപ്പോൾ പിശാച് ബാധയുടെ 2 ലക്ഷണങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണത്? 1, ശവകുടീരങ്ങൾക്കിടയിലെ ജീവിതം. 2, ആർക്കും വിധേയമല്ലാത്ത, ഒരു നിയന്ത്രണത്തിനും വിധേയമല്ലാത്ത ജീവിതം, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ജീവിതം. ഇനി നമുക്ക് വായിക്കാം 5-ാമത്തെ വാക്യം. മർക്കോസ് 5:5 വായിക്കാം. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലും ആയിരുന്നു. മതി. അവൻ രാപകൽ, രാത്രിയും പകലും അവൻ എവിടാണ്? കല്ലറകൾക്കിടയിലും മലകളിലും. ഇനി എന്നെ നോക്കുക. യേശു ഇപ്പോൾ കഫർനാമിൽ നിന്ന് യേശു ഗരസേനരുടെ നാട്ടിലേക്ക് പോയി. ഗരസേനരുടെ നാട്ടിലേക്ക്. അപ്പോൾ യേശു കഫർനാമിൽ നിന്ന് ഗരസേനരുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് പോയത്? വിമാനത്തിനാണോ പോയേ? പിന്നെ നടന്നോ? വണ്ടിയിലോ? വഞ്ചിയിൽ കയറി അവൻ പോയി. പോന്ന വഴിക്ക് എന്തുണ്ടായി? പോന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടായോ? അവിടെ കാറ്റ് ആഞ്ഞടിച്ചു, കടലിളകി, ശിഷ്യന്മാർ ഭയന്നു. ഉടനെ അവർ യേശുവിനെ ഉറക്കെ വിളിച്ചു, കർത്താവേ, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, നീ ഉറങ്ങുകയാണോ? നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞോ? എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ വചനഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും. അതായത് യേശു കിടന്നുറങ്ങിയിരുന്ന ഒരു വള്ളത്തിലാണ് കാറ്റടിച്ചത്. സാധാരണ അങ്ങനെ വരേണ്ടതല്ലല്ലോ. നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ വിശ്വാസവും ആത്മീയത അനുസരിച്ച് യേശു ഉണ്ടെങ്കിൽ കാറ്റടിക്കാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മുടെ ആ ധാരണകളെ തിരുത്താനാണ് യേശുവിലേക്ക് വന്നതുകൊണ്ട് ഒരാളുടെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാകുന്നില്ല. ആണോ? ഇല്ലാതാകുന്നില്ല. വിശ്വാസിക്കും പ്രയാസമുണ്ട്, അവിശ്വാസിക്കും പ്രയാസമുണ്ട്. പള്ളി പോകുന്നവനും പ്രയാസമുണ്ട്, പള്ളി പോകാത്തവനും. നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ഇത്രയും പള്ളിയിൽ പോയിട്ട് അട കിടക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കും. ചോദിക്കില്ലേ? ചോദിക്കും. അപ്പോൾ അവരോട് പറയണത് എന്താണ്? കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത്. മറന്നുപോകരുത്, കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത്. അപ്പോൾ കർത്താവ് കയറാത്ത വഞ്ചിയിലും കാറ്റടിക്കും, കർത്താവ് കയറുന്ന വഞ്ചിയിലും കാറ്റടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഏത് വഞ്ചിയിലും കാറ്റടിക്കും. അപ്പോൾ കാറ്റടിച്ചത് കൊണ്ട് കർത്താവില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ ചേട്ടാ. ഒരു കാറ്റടിച്ചുകൊണ്ട് ഉടനെ കർത്താവില്ലെന്ന്, ഒരു മഴ പെയ്താൽ ഉടനെ കർത്താവില്ലെന്ന് വിചാരിക്കരുത്. കൂര പറന്നു പോയാൽ ഉടനെ കർത്താവില്ലെന്ന്, ഒരസുഖം വന്നാൽ ഉടനെ കർത്താവില്ലെന്ന്, ദാരിദ്ര്യം വന്നാൽ ഉടനെ കർത്താവില്ലെന്ന്. അപ്പം പിന്നെ അടുത്ത ചോദ്യം, എന്നാൽ പിന്നെ എന്തിനാ ഈ കാറ്റടിച്ചേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അതായത് ഈ കാറ്റ് വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നോ? അറിയാം. ഈ കാറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശുവിന് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അപ്പം ഇത് വരുമെന്നും അറിയാം, വന്നാൽ എങ്ങനെ തീർക്കുമെന്നും അറിയാം. എന്നാൽ എൻ്റെ ചോദ്യം, പിന്നെന്തിനാ വന്നേ? എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ അടക്കാൻ പോവാണ്, ഇതിനെ ശാന്തമാക്കാൻ പോവാണ്. പിന്നെന്തിനാണ് ഈ കാറ്റ്? പിന്നെന്തിനാണ് ഈ കാറ്റ്? 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, യേശു ഉണ്ടെങ്കിൽ ഈ കാറ്റടിക്കാൻ പാടില്ല. 2, യേശു ഇതിനെ ശാന്തമാക്കാൻ പോവുകയാണെങ്കിലും ഇത് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിന്നെന്തിനാണ് ഈ കാറ്റ്? അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അതായത് ദൈവമക്കളുടെ ജീവിതത്തിൽ കാറ്റടിക്കുന്നതിന്, കടലിളകുന്നതിന്, ദുഃഖം വരുന്നതിന്, ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായ സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. നിൻ്റെ കൂട്ടത്തിലുള്ള, നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന, നിൻ്റെ കൂടെ നിഴലുപോലെ സഞ്ചരിക്കുന്ന യേശുവിൻ്റെ ശക്തി നീ അറിയാനാണ് നിൻ്റെ ജീവിതത്തിലെ കാറ്റുകൾ. പറഞ്ഞ ഹല്ലേലൂയ. നിൻ്റെ ദൈവത്തെ നീ തിരിച്ചറിയാനാണ് നിൻ്റെ ദുഃഖങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുള്ളത്. ദൈവത്തെ അറിയാൻ. ഉദാഹരണം, ചെങ്കടലിന് മുമ്പിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചത് ആരാണ്? ഈ വഴിയിലൂടെ പോകാൻ പറഞ്ഞത് ആരാ? ദൈവം. ഫിലിസ്തീനയുടെ നാട്ടിലൂടെ കാനാൻ ദേശത്തെത്താൻ എളുപ്പമുള്ളൊരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയെ വിടാതെ ചെങ്കടലിന് നേരെയുള്ള വഴിയിലൂടെ പോകാൻ പറഞ്ഞത് ആര്? ദൈവം ആണല്ലോ. ദൈവം. അപ്പം ദൈവമാണ് പറഞ്ഞത് കടലിന് നേരെയുള്ള വഴിക്ക് പൊക്കോ. ആ ദൈവത്തിനറിയാം കടലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നിൽക്കേണ്ടി വരും, മുന്നോട്ട് വഴിയില്ല. പണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് രാത്രിയിൽ ഒരു സ്ഥലത്ത് പോകുമായിരുന്നു. മുന്നോട്ട് പോകാനാണ് മാപ്പ് പറയുന്നത്. മുന്നോട്ട് പോയി ഞാനും എൻ്റെ കൂടെയുള്ള ഒരു സഹോദരനും കൂടെ ഒരു തടാകത്തിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. നല്ല കുത്തിറക്കമാണ്. ഇറങ്ങി വന്ന് ഈ പുഴയിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി മുന്നോട്ട് പോകാൻ പറയാണ്. മാപ്പ് പറയാണ് മുന്നോട്ട് പോകാൻ. മാപ്പ് യഥാർത്ഥത്തിൽ എന്നോട് മാപ്പ് പറയേണ്ടതാണ് ഇങ്ങനെ എന്നെ തെറ്റിച്ചതിന്. പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് എന്നോട് പിന്നെയും പറയുകയാണ് എന്താണ്? മുന്നോട്ട് പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മാപ്പ് പറയുന്നത് കേട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലാവും. അപ്പോൾ ചെങ്കടലിന് നേരെ ദൈവം ഈ ജനത്തെ നയിച്ചത് ഈ ഗൂഗിൾ മാപ്പ് നയിച്ചതുപോലാണ്. വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി. ദൈവത്തിന് അറിയാമായിരുന്നോ അവിടെ ചെല്ലുമ്പോൾ വഴി ഇല്ലാതാകുമെന്ന്, വഴി അടയുമെന്ന് അറിയാമായിരുന്നു. ഇനി പുറകിലേക്ക് ഓടാൻ പറ്റില്ല. പുറകിൽ ഫറവോയുടെ സൈന്യമാണ്. അലറിയാർത്ത് വലിയ വർദ്ധിത വീര്യത്തോടെ ക്രോധാവേശത്തോടെ പാഞ്ഞു വരുന്നൊരു മഹാസൈന്യം വിഴുങ്ങാൻ തയ്യാറെടുത്ത് ആഞ്ഞ് ഈ ജനത്തിന് നേരെ പാഞ്ഞു വരുമ്പോൾ ദൈവത്തിനറിയാം പുറകോട്ട് ഓടാൻ പറ്റില്ല, വശങ്ങളിലേക്ക് ഓടാൻ പറ്റില്ല. ചതുപ്പ് നിലങ്ങളാണ്, പിന്നെ അതിനപ്പുറത്ത് കൂറ്റൻ മലനിരകളാണ്. ഓടി രക്ഷപ്പെടാനാവില്ല. കാരണം ഇവരുടെ കൂട്ടത്തിൽ ഗർഭിണികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, വികലാംഗരുണ്ട്, രോഗികളുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്. സൈന്യത്തിനകത്ത് ആരോഗ്യമുള്ളവർ മാത്രമേ ഉള്ളൂ. പിന്നിലൂടെ പാഞ്ഞു വരുന്ന ശത്രുവിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവർ മാത്രമേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ ഗർഭിണിയുണ്ട്, രോഗിയുണ്ട്, വൃദ്ധനുണ്ട്, പൈതലുണ്ട്, അവശരുണ്ട്, വികലാംഗരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, നടക്കാൻ പറ്റാത്തവരുണ്ട്, എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പം അറിയാവേ മുന്നോട്ട് പോയാൽ വഴിയില്ലെന്നറിയാവേ, മുന്നോട്ട് പോകുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കേണ്ടി വരുമെന്നറിയാവേ. അടുത്ത ചോദ്യം, പിന്നെന്തിനാ നയിച്ചേ? ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ചെങ്കടലിന് നേരെ ഈ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കടല് ഞാൻ രണ്ടായി മുറിച്ച് മാറ്റി വരണ്ട നിലത്തുകൂടി നിന്നെ അക്കരെ എത്തിക്കുമ്പോൾ ഇക്കരെ വെച്ചറിയാത്തൊരറിവ് അക്കരെ വെച്ചുണ്ടാവും. എൻ്റെ ദൈവം ആരാണ്, എൻ്റെ ദൈവം ആരാണ് എന്നെനിക്ക് മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കേട്ടോണം, ഒരു സഹനം ആരംഭിച്ചപ്പോൾ ഉള്ള നിങ്ങളല്ല, ഒരു സഹനം അവസാനിക്കുമ്പോഴുള്ള നിങ്ങൾ മാറ്റമുണ്ട്. നിങ്ങൾ മാറി. എന്ത് മാറി? നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറി, ദൈവാനുഭവം മാറി, പ്രാർത്ഥന മാറി, ഭക്തി മാറി, ആത്മീയത മാറി. നിങ്ങൾ കുറെ കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി. സത്യം പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളല്ലേ നമ്മളെ പള്ളിയിലെത്തിച്ചത്? പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു കഥ പറയാം, ഉദാഹരണമാണ്. കഥയിൽ ചോദ്യം ചോദിക്കരുത്. കൊല്ലത്തുനിന്ന് ട്രെയിനുണ്ട്, ഇഷ്ടം പോലെ ട്രെയിനുകളുണ്ട്. എന്നാൽ ഞാൻ പറയുന്ന കഥയിൽ കൊല്ലത്ത് നിന്ന് പാലക്കാടേക്ക് ഒരു ട്രെയിനേ ഉള്ളൂ. ഒരു ട്രെയിൻ, അത് ദിവസത്തിൽ ഒരു പ്രാവശ്യം. ഒരു ട്രെയിനേ ഉള്ളൂ, ഒരു പ്രാവശ്യം. അപ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ ഇങ്ങനെ തത്തി 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 വടിയൊക്കെ കുത്തി ബാഗൊക്കെ തൂക്കി പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രാഞ്ചി നടന്ന്
റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തുമ്പോൾ ഒരു ട്രെയിൻ വന്നു നിന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഗേറ്റ് തുറന്ന് ഒരു വലിയ കൂറ്റൻ പട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ അപ്പച്ചൻ കണ്ടു. ചെറുപ്പക്കാരനോട് ചോദിച്ചു, മക്കളെ ആ ട്രെയിൻ എങ്ങോട്ടാടാന്ന് ചോദിച്ചു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അപ്പച്ച അത് പാലക്കാടിനാന്ന് പറഞ്ഞു. ദൈവം തമ്പുരാനെ, എനിക്ക് പാലക്കാടിനാണല്ലോ പോകേണ്ടത്, അതിപ്പോൾ പോവോടാന്ന് ചോദിച്ചു. ഇപ്പം പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിടാൻ തുടങ്ങാന്ന് പറഞ്ഞു. ദൈവമേ, ഇനി ഈ ട്രെയിൻ പോയാൽ ഇനി എപ്പോഴാണ് ട്രെയിൻ എന്ന് ചോദിച്ചു. ഇനി നാളെ വൈകിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ദൈവം തമ്പുരാനെ എന്ന് പറഞ്ഞ് അപ്പച്ചൻ നിൽക്കുമ്പോൾ ഇവൻ ഈ പട്ടിയെ അഴിച്ചു വിട്ടു. പട്ടിയെ അഴിച്ചു വിട്ടു. കേട്ടോണേ, പട്ടിയെ അഴിച്ചു വിട്ടു. ഇതൊരു സിനിമയാണെങ്കിൽ അടുത്ത സീൻ, അപ്പച്ചൻ ട്രെയിനകത്തിരിക്കുന്നു. ട്രെയിനകത്തിരുന്നിട്ട് അപ്പച്ചൻ വെളിയിലേക്ക് നോക്കി പറയണം, മഹാഭാവി, എന്തിനാടാ പട്ടി അഴിച്ചു വിട്ടത്? നിന്നോട് ഞാൻ വഴി ചോദിച്ചല്ലേ ഉള്ളൂ, നീ എന്തിനാടാ പട്ടി അഴിച്ചു വിട്ടത്? അപ്പം അവൻ പറയും, ഞാൻ ഈ പട്ടി അഴിച്ചു വിട്ടോണ്ട് അപ്പച്ചന് ട്രെയിൻ കിട്ടി. മനസ്സിലായോ? ഒരുപാട് പേര് ഒരുപാട് പട്ടികളെ അഴിച്ചു വിട്ടോണ്ട് ഇന്ന് ചേച്ചി പള്ളിക്കകത്തിരുന്ന് ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്നോ? അതുകൊണ്ട് എന്തിനായിരുന്നു സഹനം? എന്തിനായിരുന്നു? ഈ ട്രെയിൻ കിട്ടാനായിരുന്നു സഹനം. ഈ ദൈവത്തെ അറിയാനായിരുന്നു സഹനം. ഈ ദൈവമാരെന്നറിയാനായിരുന്നു സഹനം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കാറ്റടിച്ചത് എന്തിന്? അതാ ചോദ്യം. അക്കരയ്ക്ക് പോകുമ്പോൾ ഈ കാറ്റടിച്ചതിൻ്റെ ഉത്തരം കിട്ടി. നമുക്ക് നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന, കൂടെ നടക്കുന്ന ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ സങ്കടങ്ങളായിരുന്നു. ആമേൻ. നമ്മുടെ പ്രയാസങ്ങളെ, സത്യമല്ലേ ചേട്ടാ? ഒരു കാര്യം ശ്രദ്ധിച്ചേ, ചേട്ടനാക്കിയത് ചേട്ടൻ്റെ വിജയങ്ങളല്ല, പരാജയങ്ങളാണ്. ശരിയല്ലേ പറയുന്നത്? അതായത് നമ്മളാക്കിയത് നമ്മുടെ നേട്ടങ്ങളല്ല, നമ്മുടെ നഷ്ടങ്ങളാണ്. നമ്മളാക്കിയത്, നമ്മളെ കുറെ കൂടി നല്ല മനുഷ്യരാക്കിയത്, നമ്മളെ കുറെ കൂടി ദൈവികതയുള്ളവരാക്കിയത് നമ്മുടെ വിജയങ്ങളല്ല, നമ്മുടെ പരാജയങ്ങളായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ആ കാറ്റടിച്ചു. അങ്ങനെ കാറ്റടിച്ചിട്ട് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി. അങ്ങനെ യേശു തെളിയിച്ചു, സകല പ്രപഞ്ച ശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. പ്രപഞ്ചശക്തികളുടെ മേൽ, പ്രകൃതിക്ഷോഭങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വള്ളം വഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കടൽ വഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ ആശീർവദിക്കുന്നത്, മണ്ണ് വഞ്ചരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ തൊഴുത്ത് വിശുദ്ധീകരിക്കുന്നത്. നമ്മൾ ഈ പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യന് തോന്നിയ വിധത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയൊരു ദൈവമല്ല. ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ദൈവം ഈ ഭൂമിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇടപെടുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമാണത് തരുന്നത്. മഴ തരുന്നത് ദൈവമാണ്, ആകാശം അടയ്ക്കുന്നത് ദൈവമാണ്, ആകാശം തുറക്കുന്നത് ദൈവമാണ്, കാലാവസ്ഥ നല്ലത് തരുന്നത് ദൈവമാണ്, വിളവ് തരുന്നത് ദൈവമാണ്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പോൾ ദൈവമക്കൾ ഇതെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വെക്കണം. ഇത് അംഗീകരിക്കണം. ദൈവമാണ് ഇത് നിയന്ത്രിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അങ്ങനെ ആ കടല് കടന്ന് അക്കരെ എത്തുമ്പോൾ ഇനി ശ്രദ്ധിക്കണം. ഈ നാട്, ആ നാടിൻ്റെ പേര് ഇപ്പോൾ സുവിശേഷകൻ നമ്മെ പരിചയപ്പെടുത്തിയത് ഗരസേനരുടെ നാട് എന്നാണ്. ഇതിന് വേറൊരു പേരുണ്ട്, ദെക്കാപോലിസ്. എന്താണ്? ദെക്കാപോലിസ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഗരസേനരുടെ നാട്ട്, ഇത് വിജാതീയരുടെ സ്ഥലമാണ്. ഇവിടെ യഹൂദർ താമസിക്കുന്നുണ്ട്, പക്ഷേ അവർ വിജാതീയ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യഹൂദരാണ്. അവർ യഹൂദരാണ്, പക്ഷേ അവർ യവന രീതികൾ, ഗ്രീക്ക് ആചാരങ്ങൾ, വിജാതീയ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന യഹൂദരാണ്. അതിന് നമുക്ക് ബൈബിളിലൊരു തെളിവുണ്ട്. ആ തെളിവ് ഇതാണ്. ഈ ലെഗിയോനെ, ഈ പിശാചിനെ പുറത്താക്കി കഴിയുമ്പോൾ അത് ആരുടെ മേലാണ് ഈ പിശാച് പോകുന്നത്? പന്നികളുടെ മേലാണ്. ഒരു യഹൂദൻ്റെ നാട്ടിൽ പന്നി അവർ വളർത്തില്ല. കാരണം എന്താണ്? യഹൂദന് പന്നി നിഷിദ്ധ വസ്തുവാണ്. യഹൂദന് പന്നി നിഷിദ്ധ വസ്തുവാണ്. അതുകൊണ്ട് പന്നിയെ യഹൂദൻ അവൻ്റെ നാട്ടിൽ
വളർത്തില്ല. അപ്പോൾ ഈ നാട്ടിൽ പന്നികൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം അത് വിജാതീയരുടെ നാടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഗരസേനരുടെ നാട്ടിലേക്ക് ചെന്നു. അപ്പോൾ യേശുവും ശിഷ്യന്മാരും ഈ കാറ്റ് ശാന്തമാക്കി, കടൽ ശാന്തമാക്കിയിട്ട് അക്കരെ ചെന്നിറങ്ങി കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചേ. അവിടെ ഈ ഗരസേനരുടെ നാട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ കടൽ തീരത്ത് നിന്ന് ഈ സമതലത്തിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ഒരു മലനിരയുണ്ട്, മലകളുണ്ട്. ആ മല രൂപപ്പെട്ടത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട മലയാണ്. മലയെന്ന് പറയുമ്പോൾ വലിയ മലയല്ല, ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ പോലെ ഈ സമതലത്തിൽ ഈ മലയുണ്ട്. ഈ മലയെക്കുറിച്ച് ഇവിടെ പറയുന്നത് അതെന്തുകൊണ്ടാണ്? ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട്, ലൈം സ്റ്റോൺ കൊണ്ട് രൂപപ്പെട്ട ഒരു മലയുണ്ട്. ഈ മലയ്ക്കകത്ത് ഗുഹകളുണ്ട്. അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ ആരെങ്കിലും മരിച്ചാൽ അവരെ അടക്കാൻ കുഴിവെട്ടി അടക്കുന്നതിന് പകരം ഈ ചുണ്ണാമ്പ് മലയിലെ ഗുഹകൾക്കകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അടച്ചു വെക്കും. അതാണ് ശവകുടീരങ്ങൾ. മനസ്സിലായി? പിശാച് ബാധിതൻ യേശുവിനെ കണ്ടപ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഈ ശവകുടീരം ഏതാണ്? ഈ ഗുഹകളാണ്. ഈ ഗുഹകൾക്കകത്ത് ശവശരീരങ്ങളുണ്ട്. അപ്പോൾ ഇവൻ്റെ ജീവിതം ശവശരീരങ്ങളുടെ കൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ജീവിക്കുന്നവരുടെ കൂടെ അല്ല, ഇവൻ്റെ ജീവിതം മരിച്ചവരുടെ കൂടെയാണ്. ഇവനിഷ്ടം മരിച്ചവരെയാണ്, ജീവിക്കുന്നവരെ അല്ല. ഇവന് മൃതരുടെ ലോകത്തോടാണ് താല്പര്യം, പാതാളത്തോടും നരകത്തോടുമാണ് ഇവൻ്റെ താല്പര്യം. അങ്ങനെ വായിക്കാം. 5-ാമത്തെ വാക്യം വായിച്ച്. രാപകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അടുത്ത വാക്യം, അവൻ അലറി വിളിക്കുകയും. അടുത്തത് അലറി വിളിക്കുക. അതാണ് അടുത്ത ലക്ഷണം. എന്താണ്? അലറി വിളിക്കുക. പതുക്കെ സംസാരിക്കാൻ അറിഞ്ഞൂടാ. അലർച്ചയാണ്. അലർച്ച. വീടുകളിൽ ഈ അലർച്ചയുണ്ടോ? ചിലപ്പോഴൊക്കെ ഉണ്ടല്ലേ? അലർച്ച. പിള്ളേരോട് അലർച്ച, ഭർത്താവിനോട് അലർച്ച, ഭാര്യയോട് അലർച്ച. അലറി വിളിക്കുകയാണ്. ഈ അലറി വിളിക്കുന്നതിൻ്റെ വേറൊരു വകഭേദമാണ് തെറി വിളിക്കുന്നത്. എന്ത്? തെറി വിളിക്കുന്നത്. ദൈവമക്കൾ ഒരിക്കലും ചീത്ത വിളിക്കരുത്. ഒരിക്കലും ചീത്ത, നമ്മുടെ വായിൽ ചീത്ത വരരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അത് നമ്മുടെ വായിൽ ചീത്ത വരരുത്. അപ്പോൾ വരാതിരിക്കണമെങ്കിൽ അകത്ത് ചീത്ത ഉണ്ടാവരുത്. കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് വായി വരുന്നത്. ചുമ്മാ വായിലങ്ങ് വരികയല്ല, അകത്തുനിന്ന് വരുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് അകത്ത് ദൈവവചനം സൂക്ഷിക്കണം, നല്ല കാര്യങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഈ തെറി വരില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ തെറി വിളിച്ചാൽ അവിടെ എന്തുണ്ടാകുന്നറിയാമോ? തെറി വിളിച്ചാൽ അപ്പം തന്നെ അവിടെ പിശാച് വരും. എവിടെ തെറി വിളിച്ചാൽ, ആര് തെറി വിളിച്ചാലും അവിടെ തന്നെ അപ്പോൾ പിശാച് വരും. തെറി വിളിക്കരുത്. അപ്പോൾ അലറി വിളിക്കുകയും, അടുത്ത വാക്യം എന്താണ്? അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും. പിശാച് ബാധയുടെ അടുത്ത ലക്ഷണം തന്നെ മുറിപ്പെടുത്തുക. ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ മുറിപ്പെടുത്താറുണ്ടോ? സഹോദരി ഇടയ്ക്കിടയ്ക്ക് തന്നെ സേഫ്റ്റി പിൻ കൊണ്ട് കുത്തുക, ബ്ലേഡ് കൊണ്ട് വരയുക ഉണ്ടോ? ഇല്ല. ജോൺ ബോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, കയ്യിലെല്ലാം സർജിക്കൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു. അത് പൈശാചിക ബാധയുടെ ലക്ഷണമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ്റെ ലക്ഷണമാണത്. ഇത് പൈശാചിക ബാധയുടെ അടിമത്തമാണ്. അപ്പം തന്നെ മുറിപ്പെടുത്തുക. മദ്യപാനി തന്നെ മുറിപ്പെടുത്തുന്നവനാണ് മദ്യപാനി. അവൻ തന്നെ മുറിപ്പെടുത്തി. ലഹരി ഉപയോഗിക്കുന്നവൻ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരാശയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന മനുഷ്യരെല്ലാം തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കുക, മറ്റൊരാളെ മുറിപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ ആദ്യം ആരെയാണ് മുറിപ്പെടുത്തുന്നത്? നമ്മളെയാണ്. അപ്പോൾ നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്ന ജീവിതം. വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെയാണ് മുറിപ്പെടുത്തുന്നത്. ഒരു വചനം വായിച്ചേ. 1 കൊരിന്തോസ് 1 കൊരിന്തോസ് 3-ാം അധ്യായം 1 കൊരിന്തോസ് 3-ാം അധ്യായം 1 കൊരിന്തോസ് 6-ാം അധ്യായം 17, 18, 19, 20. 1 കൊരിന്തോസ് 6, 17, 18, 19, 20 വായിക്കാം. കർത്താവുമായി സംസാരിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായിത്തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. വ്യഭിചാരത്തിൽ നിന്ന്
ഓടി അകലുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ഓടി അകലുവിൻ എന്ന് പറയുന്ന 3 പാപങ്ങളുണ്ട്. പറയാമോ? ഓടി അകലണമെന്ന് ബൈബിൾ പറയുന്ന 3 പാപങ്ങളുണ്ട്. ഒന്നിതാ, എന്ത്? വ്യഭിചാരം. 2 വിഗ്രഹാരാധന, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലണം. 3 ദ്രവ്യാഗ്രഹം, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഓടി അകലണം. അപ്പോൾ ചേച്ചി പറഞ്ഞ്, ഓടി അകലണമെന്ന് ബൈബിൾ പറയുന്ന 3 പാപങ്ങൾ: വിഗ്രഹാരാധന, വ്യഭിചാരം, ദ്രവ്യാഗ്രഹം. വിഗ്രഹാരാധന, വ്യഭിചാരം, വിഗ്രഹാരാധനയും ദ്രവ്യാഗ്രഹവും 10 കൽപ്പനകളിലെ ഒരു കൽപ്പനയുടെ ലംഘനമാണ്. ഏതാണ് ഒരു കൽപ്പന? 1-ാം പ്രമാണം. 1-ാം പ്രമാണ ലംഘനമാണ് വിഗ്രഹാരാധനയും ദ്രവ്യാഗ്രഹവും. ഇനി 6-ാം പ്രമാണമാണ് വ്യഭിചാരം ചെയ്യരുത്. അപ്പോൾ ഓടി അകലാൻ പറയുന്നത് 1-ാം പ്രമാണ ലംഘനത്തിൽ നിന്നും 6-ാം പ്രമാണ ലംഘനത്തിൽ നിന്നും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഉച്ച സമയമാണ്, അപ്പോൾ ഞാനൊന്ന് വിശ്രമിക്കാമെന്നൊക്കെ ഓർത്ത് മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോൺ വന്നു. അപ്പോൾ അതിന് മുമ്പ് 1-2 ദിവസമായിട്ട് എന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ്, എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആത്മഹത്യയെക്കുറിച്ചല്ലാതെ വേറൊന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പ്രയാസം? എന്നോട് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, നാട്ടിൽ ജീസസ് യൂത്തും യുവജന സംഘടനയും പള്ളിയും പ്രാർത്ഥനയും ആത്മീയതയുമായി നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. വിദേശത്തേക്ക് പോകാൻ ഒത്തിരി മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും കരഞ്ഞും നിലവിളിച്ചും ദൈവത്തോട് അപേക്ഷിച്ച്, ഞാനും ദൈവത്തോട് അപേക്ഷിച്ച്, ദൈവം ഒരു വഴി തുറന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് പോയതാണ്. അവൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പള്ളിയും പ്രാർത്ഥനയും ആത്മീയതയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് കൂട്ടുകാരെപ്പോഴും വീക്കെൻഡുകളിൽ, വാരാന്ത്യങ്ങളിൽ മദ്യപിക്കാൻ വിളിക്കുമായിരുന്നു. മദ്യപിക്കാൻ പലപ്പോഴും ഞാൻ പോകില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ മദ്യപിക്കാൻ പോയി. മദ്യപാനം കഴിഞ്ഞ് കുടിച്ച് മൂക്കറ്റം മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ വ്യഭിചാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വേശ്യാലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ പാപം ചെയ്തു. അങ്ങനെ ഞാനത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നീട് കൂട്ടുകാരുടെ കൂടെ ഞാൻ മദ്യപിക്കാൻ പോകുന്നത് അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ വ്യഭിചാരശാലയിൽ പോകാൻ തുടങ്ങി. കൂട്ടുകാരുടെ കൂടെ വ്യഭിചാരശാലയിൽ പോകുന്നു, കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കാൻ പോകുന്നത് നിർത്തി, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ പലതവണ പോയി. പിന്നെ എനിക്കതൊരു ആവേശമായി, അതൊരു ലഹരിയായി. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അച്ഛാ, ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്, അങ്ങനെ ഞാൻ ഈ വേശ്യാലയത്തിൽ പോയി പാപം ചെയ്തിട്ട് തിരിച്ചിറങ്ങുമ്പോൾ എന്നോടുകൂടെ പാപം ചെയ്ത സ്ത്രീ ഒരട്ടഹാസത്തോടെ എന്നോട് പറഞ്ഞു, എയ്ഡ്സിൻ്റെ ലോകത്തേക്ക് സ്വാഗതം, വെൽക്കം ടു ദ വേൾഡ് ഓഫ് എയ്ഡ്സ്, എയ്ഡ്സിൻ്റെ ലോകത്തേക്ക് സ്വാഗതം. അവൾ പറഞ്ഞു, ഞാനൊരു HIV പേഷ്യൻ്റാണ്, എൻ്റെ കൂടെ പാപം ചെയ്ത നിനക്ക് എയ്ഡ്സ് പിടിക്കും. അവൻ പറയുകയാണ്, എനിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ആത്മഹത്യയല്ലാതെ എൻ്റെ മുമ്പിലൊരു വഴിയില്ല. അച്ഛാ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ പാപങ്ങളോർത്ത് ഞാൻ വിഷമിക്കുകയാണിപ്പോൾ. ഞാൻ ഇതുമാത്രം തോന്നിയാസം നടന്നെന്നോർത്ത് ഞാൻ ഭാരപ്പെടുകയാണിപ്പോൾ. പ്രിയ സഹോദരങ്ങളെ, അപ്പം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ വിഷമിക്കണ്ട, തെറ്റുകൾ ഏറ്റുപറയുന്നവന് ഐശ്വര്യമുണ്ട്, പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യമില്ല. നീ ഇപ്പോൾ പാപം ഏറ്റുപറയാനുള്ളൊരു മനസ്സുണ്ട് നിനക്ക്. നീ പോയി കുമ്പസാരിച്ചിട്ട് നീ പ്രാർത്ഥിക്ക്. അവൻ പറഞ്ഞ, അച്ഛാ, ഇപ്പോൾ ടെസ്റ്റ് ചെയ്താൽ എനിക്ക് എയ്ഡ്സ് ഉണ്ടോയെന്ന് അറിയില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ, അതുവരെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും? എനിക്ക് മനസ്സമാധാനമില്ല, എനിക്ക് പേടിയാണ്. ഞാൻ അവനോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നിനക്ക് ഈ രോഗം പിടിപെടില്ല, യേശു നിന്നെ സംരക്ഷിക്കും, കർത്താവ് നിന്നെ കാത്തോളും, നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മോനെ, നീ ഒരു തീരുമാനം എടുക്കണം. നീ ഒരിക്കലും, ദൈവമേ, ഞാൻ ഈ പാപത്തിൻ്റെ വഴിയിലേക്ക് പോവില്ല എന്ന് ഈശോയോട് നീ പറയണം. പാപത്തിൻ്റെ വഴിയിലേക്ക് ഞാനിനി ഒരിക്കലും പോവില്ല, എനിക്ക് പാപം വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ.
പ്രിയ മക്കളെ, ഞാൻ ചുരുക്കി പറയാം. അവന് ആ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞു. അവൻ പോയി ടെസ്റ്റ് ചെയ്തു. ദൈവകൃപയാൽ അവന് HIV ഇല്ല എന്നവൻ എന്നോട് വിളിച്ച് പറഞ്ഞു. തിരുവനന്തപുരത്ത് വന്നു, ധ്യാനം കൂടി സന്തോഷമായിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, പറയാവുന്നിടത്തെല്ലാം എൻ്റെ കാര്യം പറയണം, എൻ്റെ കാര്യം പറയണം, ചെറുപ്പക്കാരോട് പറയണം, പറയാവുന്നിടത്തെല്ലാം പറയണം. വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. അപ്പോൾ ഇനി വായിക്കാം. 1 കൊരിന്തോസ് 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 1 കൊരിന്തോസ് 6:18. വ്യഭിചാരത്തിൽ നിന്ന് ഉറക്കെ വായിച്ചേ. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. അതായത് മദ്യപാനം, ലഹരി മരുന്നിൻ്റെ ഉപയോഗം, വ്യഭിചാരം, ഇത്തരം ശരീരത്തെ നശിപ്പിക്കുന്ന തിന്മകളെല്ലാം സ്വന്തം ശരീരത്തിനെതിരെ. ഇതാണ് ഈ ശവകുടീരത്തിന് ഇടയിൽ നിന്നിറങ്ങി വന്നവൻ തന്നെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? തന്നെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു, തന്നെ തന്നെ മുറിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പലതരത്തിലുള്ള ഈ മുറിവുകൾ, പാപങ്ങൾ, ബലഹീനതകൾ, ഇതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് ഈ മനുഷ്യൻ. ഇത് നമുക്ക് വായിക്കാം. അടുത്ത വാക്യം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അടുത്ത വാക്യം വായിച്ചേ. മർക്കോസ് 5-ാം അധ്യായം വാക്യം അകലവച്ച് തന്നെ, വാക്യം 6 വായിച്ചേ. അകലവച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. കുനിഞ്ഞ് കർത്താവിനെ പ്രണമിച്ചു. ആരാധിച്ചു എന്നാ. ആരാധിച്ചു. കേൾക്കുന്നുണ്ടോ? ആരാധിച്ചു. അപ്പം നിങ്ങൾ പറ, ഇവൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ? ഇവൻ ആരാധിച്ചു എന്ന് പറഞ്ഞ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൻ കുർബാനയ്ക്ക് വന്നു. ആര്? ഈ പിശാച് ബാധിതൻ. ശവകുടീരത്തിനിടയിൽ നിന്ന് അവൻ യേശുവിനെ കണ്ടപ്പോൾ, പള്ളി മണിയടിച്ചപ്പോൾ അവൻ ഓടി പള്ളി വന്നു. പള്ളി മണിയടിച്ചപ്പോൾ, കുർബാനയ്ക്ക് മണിയടിച്ചപ്പോൾ ഓടി പൂജയ്ക്ക് വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വന്നു. നല്ല ആളല്ലേ? പക്ഷെ ഇവൻ വന്നത് എന്തിനെന്നറിയാമോ? അടുത്ത വാക്യം. വന്നത് നന്നാവാനല്ല, ഗുണപ്പെടുത്തരുതെന്ന് പറയാനാണ്. എന്നെ ഗുണപ്പെടുത്തരുതേ എന്ന് പറയാനാണ് വന്നത്. ഗുണപ്പെടുത്തണേ എന്ന് പറയാനല്ല ചേച്ചി വന്നേ, പിന്നെ ഗുണപ്പെടുത്തല്ലേ എന്ന് പറയാനാണ്. വായിച്ചേ അടുത്ത വാക്യം വായിച്ചേ. അകലവച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. അടുത്ത വാക്യം. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഒരു മിനിറ്റ്. അയ്യോ, എന്നാ വിളിയാ വിളിച്ചവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളാരും വിളിക്കുന്നതിനേക്കാളും നല്ല വിളിയാണ് ഈ ചേട്ടൻ വിളിച്ചത്. യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, യേശുവേ. ഓ, ചേച്ചി ഇങ്ങനെ വിളിക്കത്തില്ല, ചേട്ടൻ ഇങ്ങനെ വിളിക്കത്തില്ല. ഈ പിശാച് ബാധിച്ചവൻ അങ്ങനെ വിളിച്ചത് ഗുണപ്പെടുത്താനല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ്. ഇവിടെ ഈ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ അപ്പസ്തോലന്മാരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം വായിക്കാം. 4-ാം അധ്യായം 41-ാം തിരുവചനം വായിച്ചേ. അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു. ആര്? ശിഷ്യന്മാർ. യേശുവിൻ്റെ കൂടെ വഞ്ചിയിലുണ്ടായിരുന്ന ശിഷ്യന്മാർ അത്യധികം ഭയന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. അവരെന്താണ് ചോദിച്ചത്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ശിഷ്യന്മാർക്ക് ഉത്തരവില്ല. ഉത്തരം ആരാ പറയുന്നേ? പിശാച് ബാധിച്ചവൻ. നിങ്ങൾ ശ്രദ്ധിച്ചോണം. പിശാചിന് യേശു ആരാണെന്നറിയാം, ശിഷ്യന്മാർക്ക് അറിയാൻ പാടില്ല. ഇതാണ് ഇന്നത്തെയും അവസ്ഥ. പിശാചിനറിയാം യേശുവിൻ്റെ ശക്തി,
ദൈവമക്കൾക്ക് അറിഞ്ഞൂടാ യേശുവിൻ്റെ ശക്തി. ഹല്ലേലൂയ. സാത്താൻ അറിയാം, സാത്താന് നല്ലപോലെ മനസ്സിലായി. അപ്പൊ അവൻ എന്താ പറഞ്ഞത്? അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, വാക്യം 7 എന്താണ് പറഞ്ഞത്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ദൈവത്തെ കൊണ്ടാണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾക്ക് പിശാചിനെ ഭയമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? അതിനെ പറയാത്തെ കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പിശാചിനെ ഭയമുണ്ടോ? ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ പിശാച് ബഹിഷ്കരിക്കുന്ന അച്ഛൻ്റെ ആത്മകഥയുടെ പേര് ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. പിശാചിന് എന്നെ പേടിയാണ്, പിശാചിന് എന്നെ പേടിയാണ്. ദൈവമക്കൾ പറയേണ്ടത് എനിക്ക് പിശാചിനെ പേടിയുണ്ടെന്നല്ല, പിശാചിന് എന്നെ പേടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിയമാവർത്തന പുസ്തകം 28:10. നിയമാവർത്തനം 28:10 പെട്ടെന്ന് വായിക്കുക. നിയമാവർത്തനം 28:10 കിട്ടിയവര് വേഗം വായിച്ചോ. നിയമാവർത്തനം 28:10 വായിച്ചോ. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കർത്താവിൻ്റെ നാമം, അതായത് യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, വായിച്ചേ 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4 വേഗം വായിക്ക്. 1 യോഹന്നാൻ 4:4 വായിച്ചേ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞേ. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറക, പറ, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഇനി പറയരുത്. കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം. പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്. പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്. പിശാചിനെ നമുക്ക് ഭയമില്ല, പിശാചിന് നമ്മെ ഭയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഒരു സ്ഥലത്ത് ദൈവമക്കൾ ആരാധിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ദൈവമക്കൾ ദൈവനാമത്തെ ഉയർത്തുമ്പോൾ പിശാചിന് അവരെ പേടിയാണ്. നിങ്ങളൊരു തിരുനാൾ നടത്തുമ്പോൾ സാത്താന് നല്ല സന്തോഷമാണ്. കാരണം ഈ തിരുനാൾ കഴിയുമ്പോൾ ഒരു 50 എണ്ണത്തെ കൂടെ കിട്ടും. എന്നാൽ നിങ്ങളൊരു പായ വിരിച്ച് മുട്ടിന്മേൽ നിന്ന് നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ സാത്താൻ നടുങ്ങി വിറയ്ക്കും, അവൻ്റെ മുട്ട് വിറയ്ക്കും. നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും. നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും. നീ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുട്ടിടിക്കും. എപ്പോഴാ? നീ പ്രാർത്ഥിക്കുമ്പോൾ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കളെ പിശാചിന് ഭയമാണ്. അതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ പീഡിപ്പിക്കരുത്. വായിച്ചേ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അങ്ങനെ വേണം വായിക്കാൻ. വായിച്ചോ. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുമോ? നിങ്ങളിങ്ങനെ പറയുമോ? അതായത് യേശുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ചേച്ചി വരികയാണ്, യേശുവിൻ്റെ അടുത്തേക്ക് ചേച്ചി പറയുമോ, കർത്താവേ, പിന്നെ എന്നെ നന്നാക്കല്ലേ, എന്നെ ഗുണപ്പെടുത്തല്ലേ, എൻ്റെ ദേഷ്യം മാറ്റല്ലേ, പറയുമോ? അങ്ങനെ ഇല്ലല്ലേ. ഇവർ പറയില്ല. നിങ്ങൾ പറയുമോ? അതായത് നിങ്ങൾ പറയുകയാണ്, ഇങ്ങനെ ഈ ഈശോയുടെ അടുത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, ഈശോയെ എൻ്റെ അസൂയ മാറ്റല്ലേ, എൻ്റെ നാത്തൂനോടുള്ള പിണക്കം ഒരു കാരണവശാലും മാറ്റല്ലേ, ഞാനെങ്ങാനും നന്നായി പോയാലോ മാറ്റല്ലേ എന്ന് പറയുമോ? പറയില്ലല്ലേ. പറയുമോ?
പറയില്ലല്ലേ? ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ഈ പിന്നെ ഒരമ്മ മകൻ ഭയങ്കര കള്ളുകൂടിയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരുമായും യാതൊരു ബന്ധവുമില്ല. ഉണ്ടെന്ന് തോന്നിയാൽ തികച്ചും യാദൃച്ഛികം അല്ല, തികച്ചും സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ ഒരമ്മ കഠിനമായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്തെന്നറിയാമോ? ഈ എൻ്റെ മകനെ മാനസാന്തരപ്പെടുത്തണം. മകൻ്റെ പ്രശ്നം എന്താ? കള്ളുകൂടി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട കുടിയന്മാരെക്കാളും വലിയ കുടിയനായിരുന്നു. അപ്പോൾ കുടിയൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചു കൊണ്ടുപോയിട്ട് റോഡിൻ്റെ നടുക്കൊക്കെ, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ നടുക്കൊക്കെ ഇട്ടിട്ട് താക്കോല് ഊരി എടുത്തുകൊണ്ട് വീട്ടിൽ പോവുക, നടുക്കിട്ടിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് അത്രയും വെളിവുകേട് കാണിക്കുന്ന ആളാണ്. പാവ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ച് യൂദാസ്ലീഗയുടെ കുരിശടി കൊണ്ടുവന്ന് കൊടുക്കാവുന്ന നേർച്ചയെല്ലാം കൊടുത്ത് വിളക്കൊക്കെ വെച്ച് എന്തെല്ലാം ചെയ്യാം അത് മുഴുവൻ ഈ പാവം ചെയ്ത് ദൈവം തമ്പുരാനെ ഒരു ദിവസം ഇവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എന്താ പറയുക, കുടിച്ച സമയത്ത് ഇവൻ മഹാകുടിയനാണ്. നന്നായി കഴിഞ്ഞപ്പോൾ ഇവൻ അത്രയും നല്ലവനാണ്. അതാണ് ചില ആളുകളുടെ പ്രശ്നം. പൗലോസ്ലീഗയൊക്കെ അങ്ങനെയാണ്. മോശമായിരുന്നപ്പോൾ അങ്ങേയറ്റം മോശമായിരുന്നു. പീഡിപ്പിച്ചപ്പോൾ തീഷ്ണതയോടെ സഭയെ പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് യേശുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പീഡനങ്ങളുടെ നടുവിലും പേടിയില്ലാതെ യേശുവിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? കള്ളുകൂടി മാറി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ പിന്നീട് രാവും പകലും യേശുവിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ജോലിക്കൊന്നും പോവാതായി. കേട്ടോണേ, ജോലിക്കൊന്നും പോവാതായി. വീട്ടിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളതാണ്. എന്നാലും അമ്മ നോക്കുമ്പോൾ ജോലിക്കൊന്നും പോകുന്നില്ല. കള്ളുകൂടിയൊക്കെ നിർത്തി ബൈബിളൊക്കെ എടുത്ത് വെള്ളയൊക്കെ ഇട്ട് കുരിശൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. പ്രാർത്ഥന. പിന്നെ വീട്ടിലൊരു പ്രെയർ റൂമൊക്കെ ഉണ്ടാക്കി. കുറേ മെറ്റിലൊക്കെ എടുത്തിട്ട് മുട്ടയിൽ നിന്ന് രാവിലെ വെളുപ്പിനെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, യാമപ്രാർത്ഥന, വൈകിട്ട് പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും. അമ്മ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ കുടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനാവാൻ പറഞ്ഞോ? ഒരു ചേട്ടനെ ഭാര്യ നിർബന്ധിച്ച് ധ്യാനകേന്ദ്രത്തിൽ വിട്ടു. അങ്ങേര് ധ്യാനം കൂടി, കള്ളുകൂടി നിർത്തി, വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് അലമാരയിൽ വെച്ചിരുന്ന മദ്യക്കുപ്പി എടുത്ത് ഓരോന്നോരോന്നായി എടുത്ത് വാഷ് ബേസിനിൽ ഒഴിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട്, മനുഷ്യനെ എന്നായി കാണിക്കുന്നത്, എന്തായി കാണിക്കുന്നത്, ഭ്രാന്ത് കാണിക്കുകയാണോ? വിടറി, ഞാൻ കുടി നിർത്തിയെന്ന്. നീ വിട എന്നെ, ഞാൻ കുടി നിർത്തിയെന്ന്. നീയല്ലേ എന്നെ നിർബന്ധിച്ച് പനക്കലച്ചനെടുത്ത് വിട്ട് ഞാൻ കുടി നിർത്തിയെന്ന്. നിങ്ങൾ കുടി നിർത്തി, അതൊക്കെ ശരി, എനിക്കറിയാം നിങ്ങൾ കുടി നിർത്തിയെന്ന്. ഇത് കളയുന്നത് എന്തിനാ? എടി, ഇത് മദ്യം, അത് മദ്യം, അത് നിങ്ങൾ കളയണ്ട, അത് എൻ്റെ ആങ്ങളയ്ക്ക് കൊടുക്കാന്ന്. കളയുന്ന എന്തിന്? ഒരുപാട് വിശ്വാസികളുടെ മാനസാന്തരം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് തേങ്ങയും മാങ്ങയും തന്നാ മതി, ഞങ്ങളെ നന്നാക്കാൻ വരണ്ട. എന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഞങ്ങൾക്ക് തേങ്ങയും മാങ്ങയും ചക്കയും തന്നാ മതി, ഞങ്ങളെ നന്നാക്കാൻ വരരുത്. ഞങ്ങളുടെ കുടി മാറ്റാനൊന്നും വരരുത്, ഞങ്ങളുടെ വലി മാറ്റാനൊന്നും വരരുത്, ഞങ്ങളുടെ അസൂയ മാറ്റാനൊന്നും വഴക്ക് മാറ്റാനൊന്നും വരരുത്. എന്നോട് ഈശോ എന്ന് എന്ത് വേണേലും പറഞ്ഞു, അവളോട് മാത്രം മിണ്ടാൻ. എന്ത് ബാധയാണെന്ന് മനസ്സിലായോ? അത് ഈ പിശാച് ബാധയാണത്. മഹോന്നതനായ യേശുവേ സ്തുതിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്തുതിപ്പാണ്. ഈ നാട്ടിൽ പഞ്ചായത്തിലെങ്ങും കേട്ടിട്ടില്ലാത്ത സ്തുതിപ്പാണ്. മഹോന്നതനായ യേശുവേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പൊ പിടി കിട്ടിയോ? എന്നാ വായിച്ചേ. അപ്പോൾ പിശാച് ബാധ്യതനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ മനസ്സിലായല്ലോ. ഇത് നമ്മളാണ് ഈ പിശാച് ബാധ്യതര്. നമുക്ക് യേശുവിനെ വേണം, പക്ഷെ നന്നാവാൻ താല്പര്യമില്ല. അടുത്ത വാക്യം അപ്പോൾ പറയുകയാണ്, അവൻ അപേക്ഷിച്ചു, ദൈവത്തെ കൊണ്ടാണിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. 8ാമത്തെ വാക്യം, കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു
ആജ്ഞാപിച്ചിരുന്നു. അശുദ്ധാത്മാവേ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നീ ദൈവസമക്ഷം വരുമ്പോൾ, നീ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ, നിനക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിന്നെ മാറ്റിമറിക്കുക എന്നത്, നിന്നെ മാനസാന്തരപ്പെടുത്തുക എന്നത്, നിന്നിലെ പിശാചിനെ പുറത്താക്കുക എന്നത് നിന്റെ ഉത്തരവാദിത്തത്തെക്കാൾ യേശുവിൻ്റെ ഉത്തരവാദിത്തമാണ്. നിനക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും യേശു അത് ചെയ്തിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഈ തത്തിക്കളിയും ഈ വേവലാതിയും കൊണ്ട്, ഈ തട്ടിപ്പ് കൊണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോകാം. നീ പള്ളി വന്നോ, നിന്നെ ദൈവം മാറ്റിയിരിക്കും. ഒരു സംശയം വേണ്ട, നിന്നെ ദൈവം മാറ്റിയിരിക്കും. നീ ദൈവത്തെ വിളിച്ചോ. ഇപ്പം നീ ഈ ഗെയിമൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ, ഈ തട്ടിപ്പൊക്കെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ്, ദൈവമേ പള്ളി വന്ന് പ്രാർത്ഥിച്ചു, ഒരു മാറ്റവും വന്നില്ലല്ലോ. കർത്താവ് പറയും, വെയിറ്റ് ഇത്തിരി കഴിഞ്ഞോട്ടെ, ഇപ്പം ശരിയാക്കി തരാം, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നും വിഷമിക്കണ്ട. യേശു നിന്നെ യേശുവിൻ്റെ മുമ്പിൽ എത്തിച്ചെങ്കിൽ അവൻ നിന്നെ മാറ്റിയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അനേകം പിശാച് ബാധിതരുണ്ടായിരുന്ന സ്ഥലത്ത് യേശുവിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടത് ഇവനാണ്. അങ്ങനെ വന്നെങ്കിൽ യേശു എന്ന വ്യക്തിയുമായി ഒരു നേർരേഖയിൽ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ നാം സംഗമിച്ചാൽ അവൻ നമ്മളെ മാറ്റി മറിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് വചനം പറയുന്നറിയാം, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കും. മനസ്സിലായോ? മറ്റൊരിടത്ത് വചനം പറയുന്നു, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈശോയ്ക്കറിയാം, ഈശോ എന്ത് ചെയ്യും? പതുക്കെ നമ്മളെ മാറ്റിമറിക്കും. അത് എത്രയും നേരത്തെ ആണെങ്കിൽ എത്രയും നല്ലത്, എത്രയും നേരത്തെ ആണെങ്കിൽ അത്രയും നല്ലത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം? ഒരു വചനം വായിക്കുക. സഭാപ്രസംഗകൻ 12:1. സഭാപ്രസംഗകൻ 12:1. പെട്ടെന്ന് വായിക്കുക മോനെ. പഴയ നിയമത്തിൽ സങ്കീർത്തനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുത്താൽ സഭാപ്രസംഗം കിട്ടും. സഭാപ്രസംഗകൻ 12:1. വേഗം വായിച്ചേ. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ അറിയുക. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ നിന്റെ സ്രഷ്ടാവിനെ അറിയുക. 95 വയസ്സായിട്ട് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് സ്വർഗ്ഗത്തിപ്പാനിരിക്കരുത്. 93-ാമത്തെ വയസ്സിൽ ചിലപ്പോൾ വടിയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനതുകൊണ്ട് പ്രായമായി കഴിയുമ്പോൾ മനസ്സന്തരപ്പെടാനിരിക്കുകയാണ്. പ്രായമാവേണ്ടിയൊന്നും വരത്തില്ല. ആളുകൾ നിപ്പി കുഴഞ്ഞു വീണ് മരിക്കുന്ന കാലമാണ്. ശരിയല്ലേ? അല്ലേ? ഇന്നലെ ഉള്ളവരെ ഇന്ന് കാണാനില്ല, ഇന്നുള്ളവരെ നാളെ കാണുമെന്ന് അറിയത്തുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഒരു കൂട്ടുകാരൻ സെമിനാരി പഠിക്കുമ്പോൾ ബ്രദറാണ്, ഇന്ന് അച്ഛനാണ്. ഇന്ന് വലിയ സ്ഥാനത്തിരിക്കുന്ന അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ഓണത്തിന് ആ പള്ളിയിൽ ഈ പാവപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് മുണ്ട് ഉടുപ്പൊക്കെ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇദ്ദേഹം ഇങ്ങനെ പേര് വിളിച്ചപ്പോൾ മുണ്ട് വാങ്ങിക്കാൻ വന്ന ചേട്ടൻ എഴുന്നേറ്റ് നിന്ന് അവിടെ തന്നെ വീണ് മരിച്ചു. എന്നാലും ചോദിക്കേ, മുണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മരിച്ചാൽ വേണ്ടില്ല. അല്ല പാവ മുണ്ട് കിട്ടുമെന്നൊക്കെ ഓർത്ത് എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് അപ്പം തന്നെ മരിച്ചുപോയി. പേര് വിളിച്ച ഉടനെ മരിച്ചുപോയി. അപ്പം ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരനോട് പറയുമായിരുന്നു, ഞങ്ങളുടെ പേരൊന്നും വിളിക്കല്ലേ എന്ന്. അതായത് വീണ് മരിച്ചാലോ എന്ന് ഓർത്തിട്ടെ. അതുകൊണ്ട് യൗവനത്തിലെ ചെറിയ പ്രായത്തിലെ യേശുവിനെ അറിയണം. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ചെറിയ പ്രായത്തിൽ യേശുവിനെ അറിയണം. അപ്പോൾ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. ദൈവത്തെ കൊണ്ടാണയിട്ട് അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങെന്നെ പീഡിപ്പിക്കരുത്. കാരണം അശുദ്ധാത്മാവെ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരിക എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. എഴുന്നേറ്റ് നിൽക്കാം.